നമ്മുടെ ഒരു വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് കണ്ടു, കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാനിന്ന് വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് ലെതറും സാധാ ലെതറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് കണ്ടിരുന്നു, എന്താണ് സ്പ്ലിറ്റ് ലെതർ എന്നുള്ളത്. നമുക്കിന്ന് അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പറയാം. കടയിൽ വരുന്ന പലരും പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഇത് സ്യൂഡ് ലെതർ ആണല്ലേ? പക്ഷെ പലപ്പോഴും അവർ തൊട്ട് കാണിക്കുന്നത് സ്യൂഡ് ലെതർ ആയിരിക്കില്ല. അപ്പൊ തന്നെ നമുക്കറിയാം കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. പക്ഷെ അപ്പൊ നമ്മൾ പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്യൂഡ് ലെതർ എന്താണ്, മ്യൂബക് ലെതർ എന്താണ് മറ്റു തരത്തിലുള്ള ലെതറുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ 3 തരം ലെതറും 3 തരത്തിലുള്ള ലെതറുകളിലുള്ള പ്രൊഡക്റ്റുകളും ഞാൻ പരിചയപ്പെടുത്താം. 3 തരം ലെതറുകളാണ് ഈ താഴെ ഇരിക്കുന്നത്. ഒന്ന് ന്യൂബക് ലെതർ എന്ന് പറയുന്നതാണ്, രണ്ടാമത് സാധാ സോഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈ മിൽഡ് കാറ്റഗറിയിൽ പെടുന്ന ലെതറാണ്, മൂന്നാമത്തെ സ്പ്ലിറ്റ് ലെതർ. ഇതിന് വേറൊരു പേരുണ്ട്, സ്യൂഡ് ലെതർ എന്നും അറിയപ്പെടും. 3 ബൂട്ടുകൾ തന്നെയാണ്, പക്ഷെ 3 തരം മെറ്റീരിയലുകളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യൂബക് ലെതർ നമുക്കൊരു വെൽവെറ്റ് ഫീലാണ്. ടോപ്പ് കുറച്ച് റഫ് ആണെങ്കിലും വളരെ സ്മൂത്ത് നാപ്സ് ആണ് വരുന്നത് അതിന്. സ്പ്ലിറ്റ് ലെതർ എന്ന് പറയുമ്പോൾ അതേമാതിരി തന്നെ ഒരു നാപ്സ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി ന്യൂബക്കിനെ അപേക്ഷിച്ച് ഹാർഡാണ് വരുന്നത്. ലെതർ ബേസിക്കലി സോഫ്റ്റ് ആണ്, നാപ്സിന്റെ വ്യത്യാസം മാത്രമാണ് വരുന്നത്. സോഫ്റ്റ് NDM എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ വരുന്ന ഷൂസുകൾ, നമ്മൾ കാണുന്ന ഷൂസുകൾക്ക് ഉപയോഗിക്കുന്ന ലെതറാണ്. അതും ഈ 3 തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് നമുക്ക് നോർമൽ പോളിഷ് യൂസ് ചെയ്തിട്ട് പോളിഷ് ചെയ്യാവുന്നതാണ്. അതേസമയം സ്യൂഡും ന്യൂബക്കിനും സ്പെഷ്യൽ പോളിഷ് യൂസ് ചെയ്താലാണ് നമുക്ക് അതിന്റെ വൃത്തി പോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മെറ്റീരിയലിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.